ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിലുള്ള പച്ചരിയും പഴമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 1.5 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നരച്ചെടുക്കാനായിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ അരി കുതിർത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കുക. അടുത്തത് നമുക്കിതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് മധുരമായിട്ട് ചേർക്കില്ല, എന്നാലും ലൈറ്റ് മധുരമായിട്ട് ആവശ്യം തന്നെ. അപ്പോൾ നിങ്ങൾ എത്രയാണോ നോക്കിയിട്ട് വേണ്ടതെന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മാവായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഓവർ വെള്ളം ഒഴിക്കാതിരിക്കുക. ഇനി നമുക്ക് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്ത മാവ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു തിക്കിലാണ് മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫിലിപ്പീൻ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈസൂർ പഴം കിട്ടുവാണെങ്കിൽ മൈസൂർ പഴം എടുക്കുക, അല്ലെങ്കിൽ റോബസ്റ്റ് പഴം. ഈ ഒരു ടൈപ്പ് പഴമാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഞമണ്ടി കൊടുക്കുക. അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്നും ചെയ്യുന്നതിലും കൈ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ലത്. അതുപോലെ തന്നെ മിക്സിയിൽ അരച്ചെടുക്കാനും പാടില്ല, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്കൊരു കടിക്കാൻ കിട്ടുന്ന ഫീൽ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മാവ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വലുപ്പമുള്ള പഴമൊക്കെ ആണെങ്കിൽ ഈ ഒരു കപ്പിലേക്ക് 1 പഴം മാത്രം മതി. പിന്നെ മൈസൂർ പഴമൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർത്തുള്ളൂ കേട്ടോ, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു തിക്കിലാണ് മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ മാവ് റെഡിയായി. നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിലൊക്കെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നല്ലപോലെ ഗീ തടവിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗീയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു പോളയ്ക്ക് തിക്നെസ് വേണ്ടത് അത് നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ, അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഒന്നിച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു സ്റ്റീൽ ബൗളൊക്കെ ഉണ്ടാവില്ല, അതിൽ പരാ, അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടുണ്ടാവില്ല, ഇഡ്ഡലി തള്ളും പര, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 8 to 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് സമയം വേണ്ട, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഒരു 6-7 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് നിങ്ങളൊന്ന് തുറന്ന് നോക്കിയിട്ട് കത്തി വെച്ചിട്ട് കുത്തി നോക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും അരിയൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. എൻ്റെതിപ്പം കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ഞാൻ ഇടയ്ക്കൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അടുപ്പ് തുറന്നിട്ട്. അപ്പോൾ എനിക്ക് എടുത്തിട്ടുള്ളത് 8 മിനിറ്റാണ്. അപ്പോൾ ചിലവരുടെ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരും വേവിൻ്റെ സമയം. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് ഇത് പ്ലേറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ചൂടൊക്കെ അറിയതിന് ശേഷം പ്ലേറ്റിൽ നിന്നൊക്കെ ഇതുപോലെ വെട്ടം തന്നെ വിട്ട് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്കിതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് പഞ്ചസാര ഏലക്കപ്പൊടി മാത്രം ഇട്ടിട്ട് ഒരു സ്റ്റ്യൂ പോലെ ആക്കിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് കഴിക്കാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരേ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.